നമസ്തേ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നാഷണൽ ഹിന്ദു ലീഗ് അധ്യക്ഷൻ ശ്രീ മുക്കാപ്പുഴ നന്ദകുമാറാണ്. നമസ്തേ സാർ. ഇപ്പോൾ ഛത്തീസ്ഗഡില് മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനം തുടങ്ങിയ കുറ്റങ്ങളൊക്കെ ചുമത്തിയിട്ട് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിന്റെ ഒരു സംഭവബഹുലമായ കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്? ഈ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ഇപ്പോൾ രണ്ട് കന്യാസ്ത്രീകളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുള്ള ഒരു വിഷയമാണുള്ളത്. ഇതിന് ഉപോത്ബലകമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇവരോടൊപ്പം റെയിൽവേ സ്റ്റേഷനിൽ ഒരു 3 ആദിവാസി പെൺകുട്ടികളെ അസ്വാഭാവികമായി റെയിൽവേ പോലീസ് കണ്ടെത്തുകയും അവര് ഈ കുട്ടികളോട് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടികൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് പോലും അറിയാത്തൊരവസ്ഥ വരികയും ഇവര് ഛത്തീസ്ഗഡിലെ നാരായൺപൂർ എന്ന് പറയുന്ന ഒരു ജില്ലയിലെ ഒരു കൊടും കാട്ടിൽ വസിക്കുന്ന ആദിവാസി കുട്ടികളാണ്. അപ്പൊ ആ നാരായൺപൂർ ജില്ല എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും പോലീസുകാർക്ക് അതിനെക്കുറിച്ച് സംശയമുയർന്നു. അവിടുത്തെ ആദിവാസി കുട്ടികൾ എന്ന് പറയുന്നത് ഒരു കാരണവശാലും പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള പ്രദേശമാണ്. കാരണം വർഷങ്ങളായി നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ തുടക്കകാലം മുതൽ തന്നെ ഈ ഛത്തീസ്ഗഡ് മേഖലയിൽ ഈ നാരായൺപൂരിലെ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഏതാണ്ട് 6-7 സ്ക്വയർ കിലോമീറ്റർ നിബിഡമായ വനപ്രദേശമാണ്. ഈ നിബിഡമായ വനപ്രദേശത്തിൽ നക്സലൈറ്റുകളുടെ സമ്പൂർണ്ണ ആധിപത്യത്തിലാണ് അവിടുത്തെ ആദിവാസി കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. അവിടുന്ന് ഒരു ഈച്ച പറക്കണമെങ്കിലോ ഒരു ഈച്ച അകത്തേക്ക് കടക്കണമെങ്കിലോ ഈ നക്സലൈറ്റുകളുടെ അനുവാദമില്ലാതെ നടക്കില്ല. നമുക്കറിയാലോ, ഈ നക്സലൈറ്റുകൾക്ക് റേഷൻ പോലും കിട്ടുന്നത് പുറമെ ഈ ഇവരെ ഉപയോഗിച്ചിട്ടാണ്. അവര് ഉള്ള സജീവമായ ആയുധ സജ്ജീകരണങ്ങളോടുകൂടി നക്സലൈറ്റ് ഈ നിബിഡമായ വനത്തിൽ കഴിയുമ്പോൾ അവർക്ക് വെള്ളവും ഭക്ഷണവും എല്ലാം കൊടുക്കുന്നത് ഈ ആദിവാസികളെ ഉപയോഗിച്ചിട്ടാണ്. അവര് അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആ ആദിവാസികളെ പുറത്തേക്ക് വിട്ട് അവർക്ക് നക്സലൈറ്റുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ മതം മാറ്റ വിഭാഗം ഇത്രയും അതീവ നക്സലിസം കീഴടക്കി വാഴുന്ന ഒരു വനപ്രദേശത്തു നിന്ന് ഈ 3 ആദിവാസികളെ മതം മാറ്റത്തിന് വേണ്ടി ഇവരെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അസ്വാഭാവികമായ ഒരു സംഭവമാണ്. അങ്ങനെ ലളിതമായ രീതിയിലൊന്നും അവിടെ നിന്ന് ആളെ കടത്താൻ കഴിയില്ല. കാരണം നക്സലൈറ്റുകളുടെ സെക്യൂരിറ്റിയാണ് അവിടെ ഉള്ളത്. അവർ ഒരു മനുഷ്യനെ പോലും അങ്ങോട്ട് കടത്തൂല. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഈച്ചയെ പോലും കടത്താനോ പുറത്തേക്ക് വിടാനോ പറ്റാത്ത ഒരു സാഹചര്യമുള്ള സ്ഥിതിക്ക് ഈ 3 കുട്ടികൾ കന്യാസ്ത്രീകളോടൊപ്പം കടന്നു വന്നു എന്നുള്ളത് ദുരൂഹമാണ്. കാരണം ഈ നക്സലൈറ്റുകളുമായി എന്തെങ്കിലും ബന്ധം സ്ഥാപിക്കാതെ ഈ കന്യാസ്ത്രീകൾക്ക് ഈ കുട്ടികളെ അവിടെ നിന്ന് കടത്താൻ പറ്റില്ല. ഇനി കടത്തിക്കൊണ്ട് പോയത് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്കൊന്നല്ല, 10-200 കിലോമീറ്റർ ദൂരെയുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇവരെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ ഈ കുട്ടികളെ അവിടെ നിന്ന് ചാടിച്ചത്, കടത്തിക്കൊണ്ടുവന്നത്, ഇനി എത്ര പേരെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതെല്ലാം കൃത്യമായി അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഈ കന്യാസ്ത്രീകൾക്ക് ആ മേഖല, നമ്മുടെ വടക്ക് കിഴക്കൻ മേഖല സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് തന്നെ നക്സലിന്റെ കൂടുതൽ ആധിക്യമുള്ള സ്ഥലങ്ങളാണ്. അവിടെയാണ് ഈ ക്രൈസ്തവ മതപ്രചരണത്തിന് വേണ്ടിയിട്ട് പെന്തക്കോസ്തുകാരും മറ്റു കത്തോലിക്കരും ഒക്കെ ഇടപെടുന്നത്. അപ്പോ ഈ പട്ടിണി അല്ലെങ്കിൽ ദരിദ്രാവസ്ഥ മുതലെടുക്കുന്ന, അത് മതം മാറ്റത്തിന് വേണ്ടി മുതലെടുക്കുന്ന ഒരു എന്താ പറയാ ഒരവസ്ഥ ആ ഭാഗത്തുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ 60 കൊല്ലം ഭരിച്ചിട്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭകൾ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും എല്ലാം ഭരിച്ചിട്ടും ഇന്നും ദരിദ്രാവസ്ഥ മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്.
ആ അവസ്ഥയിൽ നിന്ന് 2014 മുതൽ മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷവും പല സംസ്ഥാനങ്ങളും BJP-യുടെ അധീനതയിൽ വന്നതിന് ശേഷവുമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ദരിദ്ര അവസ്ഥയിൽ വലിയ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഈ ആദിവാസി മേഖലകളിലേക്കും അത് പതുക്കെ പതുക്കെ കടന്നു വരുന്നുള്ളൂ. ഇതുപോലുള്ള നിബിഡമായ വനങ്ങളും നക്സലുകളുടെ കയ്യിൽ അകപ്പെട്ട് കിടക്കുന്നതുമായ പ്രദേശങ്ങളിലേക്ക് മിലിറ്ററിക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞിടത്തോളം ഈ നാരായൺപൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള ഈ നക്സലേറ്റുകളുടെ ആധിപത്യമുള്ള ഈ പ്രദേശം സർക്കാരിന്റെ യാതൊരു സംവിധാനങ്ങളും അങ്ങോട്ട് എത്തിപ്പെട്ടിട്ടില്ല. ഒരു പോസ്റ്റ് ഓഫീസോ പോലീസ് സ്റ്റേഷനോ KSEBയോ വാട്ടർ അതോറിറ്റി അങ്ങനെ ഒരു സംഗതിയും അവർക്കില്ല. ആ നാട്ടിലെ ആൾക്ക് കിട്ടുന്നില്ല. അത് എത്തിക്കാൻ അവിടുത്തെ ആളുകൾക്ക് പറ്റുന്നുമില്ല. ഈ പണ്ട് മുതലേ അവിടെ ഇവരുടെ ആധിപത്യമുള്ളത് നക്സലൈറ്റുകളുടെ ആധിപത്യം ഉള്ളത് കൊണ്ട് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് സ്പ്ലിറ്റ് ആയിട്ടാണ് ഛത്തീസ്ഗഡ് ഉണ്ടാകുന്നത്, വേറെ ചില ഭാഗങ്ങളൊക്കെ ചേർത്തുകൊണ്ട്. അപ്പോ ആ മധ്യപ്രദേശ് ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് തന്നെ ഈ ഭാഗത്ത് മതം മാറ്റ നിരോധന നിയമം നടപ്പാക്കിയിട്ടുണ്ട്. ഇന്ന് BJP കൊണ്ടുവന്നൊന്നുമല്ല മതമാറ്റ നിരോധന നിയമം. ഇത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മധ്യപ്രദേശ് ഗവൺമെന്റ്, കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെയാണ് നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ആ നിയമം അവിടെ കർശനമായി അന്ന് മുതലേ തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് BJP ഗവൺമെന്റ് വന്നപ്പോൾ അത് കൂടുതൽ ഒരു അതീവ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ നടത്തുന്നു. കോൺഗ്രസ് ഗവൺമെന്റ് പാസ്സാക്കി വെച്ചിട്ടുള്ള ആ നിയമമാണ് ഇന്നിപ്പോ പിടിച്ചിട്ടുള്ള ഈ 2 കന്യാസ്ത്രീമാർക്ക് നേരെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവിടെ മറ്റുള്ളവർ ഭീഷണിപ്പെടുത്തി എന്താണെന്ന് പറയാ ബജരംഗകാരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചതെന്ന് പറയുന്നത്. ആയിക്കോട്ടെ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇനി ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചു എന്നുണ്ടെങ്കിൽ പോലും മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഈ കുട്ടികൾക്ക് അവരുടെ സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ പേരിലല്ലേ കന്യാസ്ത്രീകൾ അകത്ത് പോയിട്ടുള്ളത്. ഇനിയിപ്പോ എന്റെ ചോദ്യം, എന്തിനു മതം മാറ്റം? ആർക്ക് വേണ്ടിയാ? ഇവിടെ കാലങ്ങളായി മിഷണറി പ്രവർത്തനത്തിന്റെ പേരിൽ കടന്നു വന്നിട്ട് കുറെ ഹൈന്ദവരെ, ഭാരതീയരെ എല്ലാ സംസ്ഥാനങ്ങളിലും മതം മാറ്റി അവരെടുത്തിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്ക് പറ്റുന്ന അവരെടുക്കുന്നു, മുസ്ലിങ്ങൾക്ക് പറ്റുന്ന അവരെടുക്കുന്നു. കുറെ ഹൈന്ദവര് ഇതിന്റെ പിന്നാലെ അക്കരെ പച്ച തേടി പോയിട്ടുമുണ്ട്. പൊക്കോട്ടെ, നമുക്ക് ഇത് ഒരു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ നമ്മള് അങ്ങനെയുള്ള ഒരു പിടിവാശിയോഗമൊന്നുമില്ല. ആളുകൾക്ക് നല്ലതെന്ന് തോന്നുന്നവർക്ക് പൊക്കോട്ടെ, ഒരു വിഷയമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ നിർബന്ധിത മതം മാറ്റത്തിന് വിധേയമാക്കുന്ന ഈ ക്രിസ്ത്യൻ മിഷണറിമാരെ അവരുടെ നിലവിലുള്ള വിദേശ രാജ്യങ്ങളിലുള്ള ആധിപത്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അവിടെ ജിഹാദികൾ അവർക്ക് നേരെ ആധിപത്യം സ്ഥാപിക്കുന്നതും കൂടി ഒന്ന് ഓർക്കണം. ഇവിടെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് പാലാഭിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ബഹളം വയ്ക്കുമ്പോ ആ ലവ് ജിഹാദ് എന്നാ പിന്നെ ലവ് ജിഹാദിനെ വിട്ടുകൊടുത്താൽ പോരെ. ഞങ്ങൾ മറ്റൊരു മതത്തിൽ നിന്ന് ആളുകളെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അപ്പൊ ഞങ്ങളുടെ ഇടയിൽ ചില ആളുകൾ പോകണ്ടെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള മൈൻഡ് അവരെടുക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് അവരുടെ ഇടയിൽ നിന്ന് പോകാനും പാടില്ല. മറ്റുള്ളവരുടെ മീൻസ് വേറെ ഒന്നല്ല, ഇവര് മുസ്ലിം സമുദായത്തിൽ നിന്ന് മതം മാറ്റാൻ ഇവർ ശ്രമിക്കുന്നുണ്ടോ? വിവരം അറിയും, അതിനൊന്നും അവർ പ്രാപ്തരല്ല. ഹൈന്ദവര് ഇത് ഒരു അഴകുഴമ്പൻ സമീപനം എടുക്കുന്നതുകൊണ്ട് ഹൈന്ദവരിൽ നിന്ന് മാക്സിമം എടുത്ത് ഇവർക്ക് തലയെണ്ണി വിദേശ പണം കൈപ്പറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. ഈ വിദേശ പണം തന്നെയാണ് ഇവിടെ നക്സലൈറ്റുകൾക്ക് കൊടുത്തുകൊണ്ട് ഇവര് ഈ ആളുകളെ കടത്തിക്കൊണ്ട് പോകുന്നത്. ഇത് മനുഷ്യക്കടത്താണ്. അപ്പൊ നക്സലൈറ്റുകൾക്ക് ആവശ്യമായ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വിദേശത്ത് നിന്ന് വരുന്ന ക്രൈസ്തവ സഭകൾക്ക് വരുന്ന പൈസ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ നക്സലൈറ്റുകൾക്ക് കൈമാറിയതിനു ശേഷം അവിടെ നിന്ന് ഈ ആദ്യം ഒരു കാരണവശാലും പുറത്തു കിടക്കാൻ പറ്റാത്ത നക്സലൈറ്റുകളുടെ ബന്ധവസായ സ്ഥലത്ത് നിന്നാണ് ഈ 3 പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയത്. അതിൽ കുട്ടി പറയും ചെയ്ത് എനിക്കറിയില്ലായിരുന്നു, എനിക്ക് എന്റെ അറിവോടെ അല്ല കൊണ്ടുവന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. വളരെ കുറ്റകരമായ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിൽ ഇന്നുള്ളത്. എന്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്, മതം മാറ്റം നിരോധന നിയമം രാജ്യത്ത് ഒട്ടാകെ നടപ്പാക്കണം. ഇനി അങ്ങനെ ഇവിടെ മാറ്റാനും പിടിക്കാനൊന്നും ആരുമില്ല. മാറ്റാനുള്ളവരെയും കൊണ്ട് നിങ്ങൾ മാറ്റിയിട്ടുണ്ട്. ആ മാറ്റിയവരെയും കൊണ്ട് സംതൃപ്തരായി അവർക്ക് വേണ്ട ചെല്ലും ചെലവും കൊടുത്ത് അവരെ പരിപോഷിപ്പിക്കുകയാണ് ഈ മതം മാറ്റ ലോബി ചെയ്യേണ്ടത്. അല്ലാതെ ഇനി നാട് നീളം നടന്ന് വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിച്ച് ബഹളം ഉണ്ടാക്കി സ്വാഭാവികമായും ഇത്രയും നാള് ഹൈന്ദവർ മിണ്ടിയില്ല, പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് കുറെ ആളുകള് മാറ്റിക്കൊണ്ടുപോയി. പക്ഷെ ഇനി അത് നടപ്പില്ല. ഇവരെ അറസ്റ്റ് ചെയ്ത സമയത്ത്
ഇവരുടെ രക്ഷിതാക്കളുടെ സമ്മതപത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു, മറ്റു രേഖകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അതൊന്നും പോലീസുകാര് കേട്ടില്ല. അതിനൊക്കെ എതിർത്തിട്ടാണ് അവർ അറസ്റ്റ് ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ അല്ലെ നമ്മളുടെ മാധ്യമങ്ങൾ എന്ന് നാട്ടിലുള്ള പറഞ്ഞാൽ മറ്റ് പാർട്ടികളൊക്കെ അതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളതെന്നൊക്കെ. അപ്പൊ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ പറഞ്ഞത് ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ വിശദീകരണങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം ഇവർ കാലാകാലങ്ങളായി ഹൈന്ദവ വിരോധികളാണ്, ഇന്ത്യ വിരോധികളാണ്. ഇവിടെ കട്ടിംഗ് സൗത്ത് പോലും ഭാരതത്തെ പിന്നെ തെക്കേ ഇന്ത്യയെ കട്ട് ചെയ്ത് മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞ പത്രപ്രവർത്തകരാണ് നമുക്കുള്ളത്. കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ എറണാകുളത്ത് കൺവെൻഷൻ വരെ നടത്തി. അതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയും ഓൺലൈനില് പിന്നെ മുഖ്യപ്രഭാഷണം പ്രതിപക്ഷ നേതാവ്. അപ്പൊ ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഒരു വർഗീയ പ്രീണനം ഇവിടെ നടക്കുന്നുണ്ട്. അത് മുസ്ലിംസിനോടുണ്ട്, ക്രൈസ്തവരോടുണ്ട്. ആ പ്രീണനത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഈ പറഞ്ഞ വിഷയങ്ങൾ ഇനി മതം മാറ്റ നിരോധന നിയമം കർശനമായി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണം. ഇത് സംസ്ഥാനങ്ങൾക്കാണ് അതിന്റെ അവകാശമുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കേന്ദ്രം അത് നിയമമാക്കി മാറ്റണം. CAA പോലെയുള്ള സംഭവങ്ങളെ പോലെ തന്നെ മതം മാറ്റ നിരോധന നിയമം നിർബന്ധമാക്കണം. കാരണം നാട്ടിൽ ലോ ആൻഡ് ഓർഡർ വിഷയമായി മാറുന്ന ഒരു സംഗതിയാണെങ്കിൽ അതിനകത്ത് തീരുമാനം തന്നെ വേണം. ഇതിനെ നമുക്ക് മതസ്വാതന്ത്ര്യമെന്നോ പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും പറയാൻ പറ്റില്ല. വല്ലവന്റെയും വീട്ടിൽ കയറി മോഷിച്ച് എടുത്തിട്ടാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ചോദിക്കുന്നത്. മറ്റൊരു മതത്തെ വിശ്വസിച്ച് കൊണ്ടു നടക്കുന്ന ആളുകളെ ദാരിദ്ര്യമാക്കിയതാരാ? മോദി വന്നതിന് ശേഷമല്ലല്ലോ, അല്ലെങ്കിൽ BJP ഗവൺമെന്റ് വന്നതിന് ശേഷമല്ല. ഭരിച്ച് മുടിച്ച് നാട് മുഴുവൻ മുടിച്ച ആളുകൾ ഇപ്പോഴും ദാരിദ്ര്യമുണ്ടെന്ന് പറയുന്നതന്നെ അവർക്ക് അവകാശമല്ലേ? അതുപോലും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ആളുകളെ ദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന ക്രൈസ്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമികരാണെങ്കിൽ അതായിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കണേ. എന്റെ ചോദ്യം ഇതാണ്. പിന്നെ ജ്യോതി, ഈ ഇത്രയും ഇവരെ രക്ഷപ്പെടുത്താത്തതെന്താ? ആളുകൾ ഇത്രയും നാൾ ഭരിച്ചില്ലേ? 6 പതിറ്റാണ്ട് ഭരിച്ചില്ലേ സ്വാതന്ത്ര്യാനന്തരം? എന്നിട്ട് എന്തേ ഇവരൊന്നും രക്ഷപ്പെടുത്താത്തെ? എന്നാൽ ഇവർക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട സഹസ്ര കോടികളൊക്കെ അടിച്ചു മാറ്റിയതാരാ? ആദിവാസ മേഖലകളിലേക്ക് വെള്ളവും വെളിച്ചവും കൂരയും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി എത്രയോ സഹസ്ര കോടികൾ 47-49 മുതൽ ഇവിടെ നടപ്പാക്കി തുടങ്ങി, അല്ലെങ്കിൽ 50 മുതൽ നടപ്പാക്കി തുടങ്ങി റിപ്പബ്ലിക് ആയതിനു ശേഷം. ഒരു നയ പൈസ അവിടെ നിന്നുണ്ടോ? ഇന്നും അങ്ങോട്ട് കടന്നു ചെല്ലണമെങ്കിൽ വഴിയില്ല, വെളിച്ചമില്ല, ലൈനില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഈ പ്രദേശങ്ങളാണ് നക്സലൈറ്റുകൾ കീഴടക്കിയിരിക്കുന്നത്. ആ നക്സലൈറ്റുകൾ തുരത്താൻ പോലും ഇവിടെ ഒന്ന് വെടിവെച്ചു കഴിഞ്ഞാൽ അപ്പൊ അവിടെ പ്രശ്നമായി, നാട്ടിൽ പ്രശ്നം. നക്സലൈറ്റുകളെ കൊന്നു എന്ന് പറഞ്ഞുള്ള പ്രശ്നമായി. ഈ നക്സലൈറ്റുകളുടെ പണി എന്താന്നുള്ളത് ആരും ചിന്തിക്കുന്നുണ്ടോ? അപ്പോ അത്തരം ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ഇതുപോലുള്ള മതപരിവർത്തന ലോബിയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇപ്പൊ നക്സലിസം വളരുന്നത് എന്ന് വേണമെങ്കിൽ കണക്കാക്കണം. കാരണം ഇവർക്ക് മതം മാറ്റാൻ ആളെ വിട്ടുകൊടുക്കുന്നത് നക്സലൈറ്റുകളാണ്. ഇപ്പൊ നമ്മൾ ഈ 3 പെൺകുട്ടികളുടെ അനുഭവത്തിൽ നമുക്ക് പറയേണ്ടി വരും. ആ മതം മാറ്റ ലോബിക്ക് നക്സലൈറ്റുകൾക്ക് സഹായം കൊടുത്ത്, വിദേശ സഹായം കൊടുക്കുന്നത് ഈ ലോബിയാണെന്ന് പറഞ്ഞാൽ ആർക്കാ നിഷേധിക്കാൻ പറ്റുക? അപ്പോ അങ്ങനെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ രാജ്യം കടന്നു പോകുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. എവിടെ നിന്നെല്ലാമാണ് ശത്രുത? ജിഹാദികളുടെ ഭാഗത്തുനിന്ന് വലിയൊരു ശത്രുത നടക്കും. അവര് പാകിസ്ഥാനും താലിബാനും ഒക്കെ ആയിട്ട് ഭാരതത്തിൽ അഴിഞ്ഞാടുകാൻ ശ്രമിക്കുന്നു. അതുകൂടാതെ ഇപ്പോ ഇതുപോലുള്ള മതമാറ്റ ലോബി മറ്റൊരു വശത്തുനിന്ന് നീങ്ങുന്നു. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ പഴയ പോലെ ഹൈന്ദവര് അടിച്ചമർത്തപ്പെട്ടവരല്ല, ഹൈന്ദവരിൽ പ്രതികരിക്കാൻ ആളുകളുണ്ട്. ഇനി ഈ പ്രതികരണം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോകാതെ ഗവൺമെന്റ് ഇതിനകത്ത് കൃത്യമായ നിലപാടെടുത്ത്, ഇപ്പൊ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കൃത്യമായി പഴയ നിയമം വെച്ചുകൊണ്ട് ഇതിനെ നേരിടുക തന്നെ ചെയ്യും, മതം മാറ്റം ഇവിടെ വേണ്ട. ഞങ്ങൾ പറയുന്നത്, നാഷണൽ യൂത്ത് ലീഗ് പറയുന്നത്, ഭാരതത്തിലെ മതം മാറ്റ നിരോധന നിയമം അടിയന്തരമായി കൊണ്ടുവരണം. അപ്പൊ തന്നെ ഇത്തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ വിഷയം ഒഴിവാക്കപ്പെടും. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മറ്റു മതങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ്. ഇത് ശരിയല്ല. ഇത് അടിയന്തരമായി നിർത്തണം. ഏത് മതവിഭാഗമാണെങ്കിലും മതം മാറ്റം ഇനി ഹൈന്ദവരിൽ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമം വേണ്ട. ഹൈന്ദവരെ നോക്കാൻ ഇന്നിവിടെ ഞങ്ങൾക്ക് ഒരു നാഥനുണ്ട്. അത് മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനമാണ്. പഴയ പോലെയല്ല. ഇനിയും ഇത്തരം മേഖലകളിലേക്ക് എത്തിപ്പെടാനുണ്ട് എന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ.
60 മുമ്പ് ഈ 60 വർഷങ്ങൾ, അതായത് 14 മുമ്പ്, 2014 മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വെള്ളവും വെളിച്ചവും കൂരയും എത്തിയിട്ടുണ്ട്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ആ ഉടുതുണി മാറ്റാൻ പോലും ഒരു സാഹചര്യം ഇല്ലാത്തിടത്ത് ഇന്ന് കൂരയിൽ നിന്നുകൊണ്ട് മാറ്റാനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട്. കുടിവെള്ളം എത്തിക്കുന്നു, പിന്നെ വെളിച്ചം എത്തിക്കുന്നു. അടുപ്പുകല്ലിൽ വിറക് കൂട്ടി ആ പരിസരം മൊത്തം പുക നിറഞ്ഞ് കണ്ണു നിറഞ്ഞ് നിന്നിരുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറി എല്ലാവർക്കും പിന്നെ സൗജന്യ പാചകവാത വിതരണം നടത്തിയിരിക്കുന്നു. അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങൾ ഇത് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ്. 60 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് വെറും 10 വർഷം കൊണ്ട് ചെയ്തു എന്നുള്ളത് തന്നെ നമ്മുടെ നാടിന്റെ നേട്ടമാണ്. ഒപ്പം നാട് വികസിച്ച് അതിന്റെ അങ്ങേ എന്താ പറയുക ലോകഗുരു ആകാനുള്ള സാഹചര്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതുപോലുള്ള മതവും ജാതിയും വെറിയും കൊണ്ട് നടക്കുന്നത് ശരിയല്ല. അത് നിയമം മൂലം നിർത്തണം. ഇവർക്ക് ഇവരുടെ വയറ്റിപ്പഴുപ്പിനും പുറത്തു നിന്നുള്ള സംവിധാനത്തിനും ഈ നക്സലൈറ്റുകളെ പോലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇനിയും മനുഷ്യക്കടത്തും മതം മാറ്റവും അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ഹൈന്ദവർ കൃത്യമായി അതിനെ പരിശോധിക്കേണ്ടി വരും. അത് ആ രീതിയിൽ തന്നെ അതിനെ കാണണം എന്നാണ് പറയുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, മതം മാറ്റ ലോബി പിൻവാങ്ങിയേ പറ്റൂ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പറയാം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വ്യക്തമായ നിലപാട് അറിയിച്ചതിന് നന്ദി.